ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ഷോപ്പിംഗാണ്. അപ്പോൾ ഞാൻ കുഞ്ഞി റെഡിയായി പോവാ. അമ്മ അവിടെ ഇപ്പുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മൾ ബ്രോഡ്വേ. നടക്ക് പിന്നെ ഗൈസ്, അമ്മയച്ചും കൂടി ഈ കടയിലോട്ട് പോയി. ഇനി 1 മണിക്കൂർ കഴിയേണ്ട അവർ ഇറങ്ങൂല. ഗൈസ്, ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വിവോൻ്റെ. അങ്ങനെ ബ്രോഡ്വേയുടെ അകത്തോട്ടുള്ള നമ്മുടെ ഫസ്റ്റ് എൻട്രി 4K എൻട്രി ആണ് കേട്ടോ. 4K എൻട്രി. ഇതിൽ മറ്റേ വിവോ X300 Pro ആണെങ്കിലും ഇതിനകത്ത് അൾട്രാ സ്റ്റെബിലിറ്റി മോഡുണ്ട്. പക്ഷേ അതെന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4K ഇല്ല. ഹായ് 4K പൊന്നി. അങ്ങനെ ഗൈസ്, ക്രിസ്മസിന് വന്നൊരു ഓർമ്മ ഇതിനകത്തുള്ള. അന്ന് ഇതിനകത്ത് കാലുകുത്താൻ പറ്റണല്ലോ. പക്ഷേ ഇന്നും സെയിം അവസ്ഥ തന്നെയാണല്ലോ. ഫോണിനെ കുറിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം വിവോ 300 പ്രോയ്ക്ക് നല്ല കളർ ഗ്രേഡിങ് ഉണ്ട്. വീഡിയോയിൽ നല്ല കളറിൻ്റെ വ്യത്യാസമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും വിവോ 300X പ്രോയുടെ ഫ്രണ്ട് ക്യാമറയിലുള്ള 4K ആണ്. 4K 60 FPS ആണ്. പക്ഷേ സാധനം പ്രശ്നമില്ല. ഇതിപ്പം ഇവരുടെ തന്നെ ഈ ഫോണിൻ്റെ തന്നെ ഒരു നൈറ്റ് വേർഷനാണ്. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ബ്രോഡ്വേ ആണ് സ്ഥലം. അപ്പം അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ്, അതിൻ്റെ കളർ എഫക്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഓൺ വോയിസ്, അതായത് മൈക്കൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സെയിം സൗണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഇത് ഞാൻ ജസ്റ്റ് മറ്റേ സ്റ്റെബിലിറ്റി, അൾട്രാ സ്റ്റെബിലിറ്റി മോഡ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് വലിയ ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല. ഇതിനൊക്കെ നല്ല എത്രയോ ഫാർ ബെറ്ററാണ് ഐഫോണിൻ്റെയൊക്കെ. അപ്പം അവരങ്ങനെ പറയുമെങ്കിലും അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ അത്ര വലിയ സെറ്റപ്പ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. എന്നാലും കുറച്ച് കളറൊക്കെ വരുമ്പോഴത്തേക്കും അത് അടിപൊളിയായിട്ടുണ്ട്.